ഞാനിപ്പോൾ പോകുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് നമ്മുടെ യൂഷ്വൽ ലൊക്കേഷൻ ഉണ്ട് വീഡിയോ എടുക്കാൻ പോകുന്നത് ഭയങ്കര അടുത്താണ് സെബീൽ പാർക്ക്. ദുബായ് ഫ്രെയിമിൻ്റെ നേരെ താഴെയുള്ള പാർക്കാണ്. നല്ല ഗ്രീനറി ഒക്കെയാണ്. പക്ഷെ നമ്മൾ പോകുന്ന നൈറ്റ് ആയതുകൊണ്ട് തന്നെ മോർണിംഗിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അർഷദ് ഓക്കെ, ഇത് നമ്മൾ അങ്ങോട്ടാണ് പോകണം. ആ കാണുന്ന പാലല്ലേ, അത് ക്രോസ് ചെയ്തിട്ട് എങ്ങനെ കയറിയിട്ട് അവിടെ ഇറങ്ങണം. ആവശ്യത്തിൽ അധികം തന്നെ നടക്കാനുണ്ട്. ഈ കാണുന്ന കാര്യമൊക്കെ പറയുന്നത് ഇത് ദുബായ് ഫ്രെയിം. നേരെ താഴെ സെബീൽ പാർക്ക്. ഇങ്ങോട്ട് ഫ്രീ ആണ്, ഇവിടെ പെയ്ഡാണ്. ഇത് നല്ലൊരു ലൊക്കേഷനാണ്. ഇതിൽ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് കറക്റ്റ് ബുർജ് ഖലീഫ ഉണ്ടാവും. ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചിട്ട് എന്തായാലും നല്ല അടിപൊളിയാണ് ഡേ ടൈം കാണാൻ. ഞാൻ കുറച്ച് ഭാഗം നടക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ദുബായ് ഫ്രെയിമിൻ്റെ താഴെയുള്ള, ഇത് ദുബായ് ഫ്രെയിമിൻ്റെ നേരെ താഴെയുള്ളത് അല്ലെങ്കിൽ സൈഡിലുള്ളത് സെബീൽ പാർക്ക്. സെബീലോട്ട് കയറണമെങ്കിൽ നമ്മൾ 5 ദിർഹംസ് എക്സ്ട്രാ കൊടുക്കണം. മറ്റേതാണെങ്കിൽ എന്താ പറയുക, പുറത്തിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ താഴെയുള്ളൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ നമ്മൾ കയറണമെങ്കിൽ എക്സ്ട്രാ 50 ദിർഹംസ് അങ്ങനെ കൊടുക്കണം. അതിനകത്ത് കയറണമെങ്കിൽ 50 or 20 എനിക്കറിയില്ല. വാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക. ഈ നേരത്തും റണ്ണിങ് ട്രാക്കാണ്. മെയിൻ വ്യൂ എന്ന് പറയുന്നത് ദുബായ് ഫ്രെയിം തന്നെ. ഇതിൻ്റെ ചുറ്റുഭാഗത്തുമ്പം ഇത് നോക്കി ഇത്ര ഏരിയകളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സമയമാകുമ്പോഴേക്കും ഇത് അടക്കും കേട്ടോ, ഫ്രെയിം അടക്കും. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഒരു ഓട്ടം സീസൺ പോലെ ഇലകളൊക്കെ ഓറഞ്ച് നിറത്തിലായിട്ടുണ്ട്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴയ ചെടികളുടെ സ്ഥാനത്ത് പുതിയത് വെച്ചിട്ടുണ്ട്. സോ ചേഞ്ചിങ് സീസണാണ് അടുത്ത വെതറിലോട്ടുള്ള. ഇത് ഗേറ്റ് 4 ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ്. ഗേറ്റ് 3 ആണെന്ന് തോന്നുന്നു നമ്മൾ സെബീൽ പാർക്കിൻ്റെത്. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ ഇതെല്ലാവർക്കും അറിയാലോ അല്ലേ. എന്നാലൊന്ന് ചുരുക്കി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ 2 സൈഡാണ്. അതൊരു പ്രോപ്പർ ഒരു ബിൽഡിംഗ് ആണത്. അത് ഫ്രെയിം രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഒരു സൈഡ് ന്യൂ ദുബായും ഒരു സൈഡ് ഓൾഡ് ദുബായ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. നമുക്ക് കാണാൻ പറ്റും, വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. ഞാൻ കയറിയിട്ടില്ലതായിട്ട്. പോകുന്നതിന് മുമ്പ് ഒന്ന് കയറണമെന്നുണ്ട്. ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സർക്കിളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും സൈക്ലിങ്ങിന് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിങ്ങനെ കറങ്ങാൻ പറ്റും. നമ്മുടെ അടുത്ത് അത്രയും മൂടൊന്നും ഇല്ല കറങ്ങാനുള്ള. പിന്നെ നല്ല ക്രൗഡഡും ആണ്. മീൻസ് വാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഫേസ് കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കണം. ഇവിടെ നല്ല ദുബായിൽ ടോട്ടലി ഉള്ളൊരു സാധനം എന്താണെന്ന് അറിയാം, ഒരുപാട് ഡസ്റ്റ്ബിൻസ് ഉണ്ട്. ഇപ്പോൾ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് ആൾക്കാർ പുറത്തിരുന്ന് കാണാൻ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും ഡസ്റ്റ്ബിൻസ് ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവരെന്താ പുറത്തിരുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ചെറിയ ചെറിയ ഗ്യാപ്പിനകത്ത് ഡസ്റ്റ്ബിൻസ് കാണാൻ പറ്റും. ക്ലീനിങ് അടിപൊളിയാണ്. നമുക്ക് എന്ത് വേസ്റ്റ് അതിനകത്ത് ഇടാം അവർ കൊണ്ടുപോയിക്കോളും. അതെന്താ ചെയ്യുന്നത് എനിക്കറിയില്ല.